നാക് A++ ഗ്രേഡോട് കൂടിയ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ കോളേജായ MES കല്ലടി കോളേജ് മണ്ണാർക്കാടിലേക്ക് 2026-27 അധ്യയന വർഷത്തിലെ ഡിഗ്രി, PG, ഇന്റഗ്രേറ്റഡ് PG എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 20ഓളം ഡിഗ്രി കോഴ്സുകളും 9 PG കോഴ്സുകളും 5 PhD കോഴ്സുകളും ഒരു ഇന്റഗ്രേറ്റ് കോഴ്സുമാണ് നിലവിൽ കോളേജിലുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്ന MES കല്ലടി കോളേജ് മണ്ണാർക്കാട് ഈ വർഷം മുതൽ ഓട്ടോണോമസ് ആയതിന്റെ ഭാഗമായി നേരിട്ടാണ് അഡ്മിഷൻ പ്രക്രിയകൾ നടത്തുന്നത്. കായികപരമായും സാങ്കേതികപരമായും അക്കാദമികപരമായും ഒട്ടേറെ സവിശേഷതകളുള്ള MES കല്ലടി കോളേജ് മണ്ണാർക്കാടിലേക്ക് നിർദ്ദിഷ്ട കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ഉറപ്പാക്കുന്നതിനായി ഗൂഗിളിൽ MES കല്ലടി കോളേജ് എന്ന് സെർച്ച് ചെയ്യുക. കോളേജിന്റെ വെബ്സൈറ്റിൽ നിന്ന് അഡ്മിഷൻ വിൻഡോ ഓപ്പൺ ചെയ്യുക. അഡ്മിഷൻ ഓപ്പൺ 2026-27 എന്ന വിൻഡോയിൽ കാണുന്ന 4-year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി, MSc ഫോറൻസിക് സയൻസ് എന്നീ 4 ഐക്കൺസിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇതിൽ ഇന്റഗ്രേറ്റഡ് MSc സൈക്കോളജി 3 വർഷ UGയും 2 വർഷ PGയും ചേർന്ന 5 വർഷ കോഴ്സാണ്. +2 പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇതിന് അപേക്ഷിക്കാവുന്നതാണ്. MSc ഫോറൻസിക് സയൻസിലേക്കുള്ള PG വിദ്യാർത്ഥികളുടെ പ്രവേശനം എൻട്രൻസ് എക്സാം മുഖേനയായിരിക്കും നടത്തപ്പെടുന്നത്. എല്ലാ കോഴ്സുകളിലേക്കും ഒരേ രീതിയിലുള്ള അപേക്ഷയാണുള്ളത്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് FIUG കോഴ്സിനാണ് പ്രവേശനം നേടേണ്ടതെങ്കിൽ അഡ്മിഷൻ ഓപ്പൺ 2026-2027 എന്ന വിൻഡോയിലെ FIUG എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വിൻഡോയുടെ ഒരു വശത്ത് കാണുന്ന രജിസ്റ്റർ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, മെയിൽ ID, ഫോൺ നമ്പർ എന്നിവ നൽകി ഫോണിലേക്ക് വരുന്ന OTP വെരിഫൈ ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, SSLC, ആധാർ, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ പ്രകാരം കൃത്യമായി ഫിൽ ചെയ്തതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ഗാർഡിയൻ ഡീറ്റെയിൽസ് നൽകി സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബോണസ് വെയിറ്റേജ് മാർക്ക് കൃത്യമായി ലഭിക്കാൻ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന പേജിലെ വിവരങ്ങൾ സൂക്ഷ്മതയോടെ ഫിൽ ചെയ്യുക. നോൺ ക്രീമി ലെയർ, എക്കണോമിക്കലി വീക്കർ സെഷൻ അഥവാ EWS, തമിഴ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി തുടങ്ങിയ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ആളാണെങ്കിൽ ഓരോന്നിനും നേരെ യെസ് എന്നും അല്ലെങ്കിൽ നോ എന്നും ക്ലിക്ക് ചെയ്യുക. ഇതേ രീതിയിൽ ഓർഫൻ ആണോ എന്നും എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ ജവാന്മാരുടെ മക്കളാണോ എന്നും 40% കൂടുതൽ ഏതെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉള്ളവരാണെങ്കിൽ അതും കൃത്യമായി ഫിൽ ചെയ്യുക. കൂടാതെ SPC, NCC, NSS സർട്ടിഫിക്കറ്റുകൾ, സ്കൗട്ട്സ് ഗൈഡ്സ് നന്മമുദ്ര സർട്ടിഫിക്കറ്റ് എന്നിവയിൽ ഏതെങ്കിലും കയ്യിലുള്ളവരാണെങ്കിൽ അതും വ്യക്തമായ പേജിൽ മെൻഷൻ ചെയ്യുക. മുൻപ് റെഗുലർ ആയോ ഡിസ്റ്റൻസ് ആയോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞവരാണോ, സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ ആവശ്യമായവരാണോ, സ്റ്റേറ്റ് ലെവൽ ആർട്സ്, സ്പോർട്സ് മറ്റു മത്സരങ്ങളിൽ ഫസ്റ്റ് പ്ലേസോ A ഗ്രേഡോ ലഭിച്ചവരാണോ എന്നും കൃത്യമായി അടയാളപ്പെടുത്താൻ മറക്കരുത്. ഇവയിൽ ഓരോന്നിനും സ്പെഷ്യൽ ബോണസ് വെയിറ്റേജ് മാർക്ക് ഉണ്ടെന്ന് ഓർക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ട കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് ഏറെ സഹായിക്കും. ശേഷം നിങ്ങൾ അവസാനം പാസ് ഔട്ടായ +2 അല്ലെങ്കിൽ ഡിഗ്രി മാർക്ക് ഡീറ്റെയിൽസ് വ്യക്തവും കൃത്യവുമായി ഫിൽ ചെയ്തു നൽകുക. തുടർന്ന് നിങ്ങൾക്ക് പ്രവേശനം നേടാൻ ആഗ്രഹമുള്ള കോഴ്സുകൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യുക. കോഴ്സുകൾക്ക് നേരെ എയ്ഡഡ്, സെൽഫ് ഫിനാൻസ് എന്ന് നൽകിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. 5 കോഴ്സുകൾ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ആവശ്യമെങ്കിൽ ആഡ് കോഴ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കോഴ്സുകൾ ആഡ് ചെയ്യാവുന്നതാണ്. ശേഷം കാണുന്ന പേജിൽ 100 KB കവിയാത്ത നിങ്ങളുടെ മുഖം വ്യക്തമായി തിരിച്ചറിയുന്ന ഒരു ഫോട്ടോയും സിഗ്നേച്ചറും JPG ഫോർമാറ്റിൽ അപ്ലോഡ് ചെയ്യുക. തുടർന്ന് മേക്ക് പേയ്മെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് നടത്താവുന്നതാണ്. അപേക്ഷ സമർപ്പിച്ചതിനു ശേഷം പ്രിന്റ് യുവർ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അപേക്ഷാ ഫോം പ്രിന്റ് എടുക്കാവുന്നതുമാണ്.